നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് മാർച്ച് മാസം 8-ാം തീയതി ഞായറാഴ്ച, കുംഭമാസം 24-ാം തീയതി. ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഞാൻ ഇന്ന് വാർത്ത അവതരിപ്പിക്കാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യയിലെ ന്യൂസ് ചാനലുകളിലെ ആദ്യ വനിതാ ചീഫ് എഡിറ്റർ എന്ന രീതിയിൽ ഇവിടെ നിൽക്കുമ്പോൾ പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട് കടന്നുവന്ന വഴികളെ ഞാൻ ഓർക്കുകയാണ്. സ്വന്തം സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാൻ ധൈര്യം കാണിക്കുന്ന, ലോകത്തെ മനോഹരമാക്കുന്ന എല്ലാ കരുത്തുറ്റ സ്ത്രീകൾക്കും ഹൃദയം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ. ലോകം ഒരു പുസ്തകമാണെങ്കിൽ അതിലെ ഏറ്റവും മനോഹരമായ അധ്യായമാണ് സ്ത്രീ. നിങ്ങൾ നിങ്ങളായിരിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. ആ കരുത്തിൽ നമുക്ക് ലോകം കീഴടക്കാം. വിമാനത്തിൽ ലോകം ചുറ്റിയ ആദ്യ വനിതയാകാൻ ശ്രമിക്കുന്നതിനിടെ മറഞ്ഞ അമേലിയ ഇയർഹാർട്ട്. നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത മേരി ക്യൂറി. ബസിൽ വെള്ളക്കാർക്ക് സീറ്റ് വിട്ടു നൽകാൻ വിസമ്മതിച്ചതിന് നിയമ പോരാട്ടം നടത്തി വംശീയ വേർതിരിവ് നിയമങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ച പൗരാവകാശങ്ങളുടെ പ്രഥമ വനിത എന്നറിയപ്പെടുന്ന റോസ പാർക്സ്. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഇന്ത്യയുടെ ആദ്യത്തെ, അല്ല ഇതുവരെയുള്ള ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി അക്കാമ ചെറിയാൻ. കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി KR ഗൗരിയമ്മ. ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബീവി. എഴുത്തിലൂടെ വിപ്ലവം തീർത്ത കമല സുരയ്യ. ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി പദത്തിലെത്തിയ ദ്രൗപദി മുർമു. കരുണയുടെയും സ്നേഹത്തിന്റെയും പര്യായമായ മദർ തെരേസ. എണ്ണിയാലൊടുങ്ങാത്ത പെൺ പോരാട്ടങ്ങളുടെ പ്രതീകമായവരെ, നിങ്ങളെ ഓർത്ത് അവകാശ നിഷേധങ്ങളിൽ പൂർണ്ണമായ മോചനം ആഗ്രഹിച്ച് തുല്യാവകാശവും തുല്യനീതിയും തുല്യ പ്രാതിനിധ്യവും തേടിയുള്ള പോരാട്ടം തുടരുന്ന ഈ കാലത്തും തളരാതെ മുന്നോട്ട് നമുക്കൊരുമിച്ച് നീങ്ങാം. ബി ബോൾഡ് ഫോർ ചേഞ്ച്.